എമ്മിന്റെ പദ്ധതി നമുക്കറിയാലോ. സ്ഥലമുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. ആ നാട്ടിൽ അവിടെ ചെന്ന് അവർ പറയുന്നത് വെള്ളം തന്നില്ലേലും വേണ്ടില്ല, പാലം ഒന്ന് പണിതരും. കാരണം കുഞ്ഞുങ്ങളടക്കം പോകുന്ന വഴി അത്. ഈ ഇലക്ഷന്റെ സമയത്ത് വാഗ്ദാനമായിട്ട് ഇത് പറയും, പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് പോലും ഇല്ല എന്നാ പറയണേ. ഇപ്പോഴത്തെ ഈ പട്ടിണി ആരും ഇനിയെങ്കിലും കിടക്കരുത് എന്നൊരു ആഗ്രഹമുണ്ട്. ഡെഫിനറ്റ്ലി ഇത് ഈ വീടില്ലാത്തൊരു ഇഷ്യൂ, അത് അതിനൊരു മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവർക്കൊക്കെ സ്ഥലമുള്ളവരാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എമ്മിന്റെ പദ്ധതി നമുക്കറിയാലോ. സ്ഥലമുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യും. കാരണം അവരൊക്കെ അത്രയും തീരെ പെൺകുട്ടികളടക്കം താമസിക്കുന്ന വീട്ടിൽ ഡോറ് പോലും ഇല്ലാത്ത വീടുകളുണ്ട്. അപ്പോൾ അതൊന്നാണ്. പിന്നെ കുടിവെള്ളം ഇപ്പോഴും 2026 കുടിവെള്ളം ഈ നാട്ടുകാർക്ക് ഒരു ലക്ഷറിയാണ്. ഇന്നും കൂടെ ഞാൻ അങ്ങനെ ഒരു കോളനിയിൽ പോയിട്ടുണ്ട്. അവർക്കും അവർ 2 ആഴ്ച കൂടുമ്പോൾ പൈസ കൊടുത്ത് വെള്ളം അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ തന്നെ ഈ വീട് പോലും ഇല്ലാത്തവരാണ്. അവരെയൊക്കെ സംബന്ധിച്ച് ഈ 1200 രൂപ 800 രൂപ കൊടുത്ത് ഒരാഴ്ചയും വെള്ളം അടിക്കാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ കുടിവെള്ളം ഇത് ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ. ഇതുപോലെ ഈ മൊത്തത്തിൽ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ നേരിടുന്ന വലിയ പ്രശ്നമാണ് കുടിവെള്ളം. അപ്പോൾ അതാണ് അടിയന്തരമായിട്ട് ആദ്യം നോക്കേണ്ട ഒരു പ്രശ്നം. പിന്നെ വീടാണ്, പിന്നെ പാലങ്ങൾ. ഇപ്പോൾ കുമരകം, അയ്മനം, തിരുവാർപ്പൊക്കെ പോയാൽ വെള്ളം കൂടുതലുള്ള ഏരിയാസാണ്. അവിടെയൊക്കെ പാലങ്ങളുടെ ആ നാട്ടിൽ അവിടെ ചെന്ന് അവർ പറയുന്നത് വെള്ളം തന്നില്ലേലും വേണ്ടില്ല, പാലം ഒന്ന് പണിതരും. കാരണം കുഞ്ഞുങ്ങളടക്കം പോകുന്ന വഴി അത്. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോകുന്ന സ്കൂളിലൊക്കെ പോകുന്ന വഴികളാണ്. അപ്പോൾ അവിടെ ഒരു പാലം ഈ 10 വർഷമായിട്ട് ഇവർക്ക് വെച്ച് എനിക്ക് ശരിക്കും തോന്നി. ഞാനിതിപ്പോൾ ഒരു ഓപ്പോസിറ്റ് പാർട്ടിയോട് ഒരു ഹേറ്റഡ് പറയല്ല, പക്ഷെ എനിക്ക് തോന്നിപ്പോൾ ഇവർക്ക് ഒരു പാലം വെച്ച് കൊടുത്തൂടെ എന്നൊക്കെ അവർ പറയുന്നത് വെച്ചാൽ ഈ ഇലക്ഷൻ്റെ സമയത്ത് വാഗ്ദാനമായിട്ട് ഇത് പറയും, പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് പോലും ഇല്ല എന്നാ പറയണേ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. ആക്ച്വലി അവരോട് എനിക്ക് ദേഷ്യം തോന്നുന്നു, വിഷമം തോന്നുന്നു. ലൈക്ക് അവർക്ക് ഒരിക്കലെങ്കിലും പോയി കാണാമായിരുന്നു, ചെയ്ത് കൊടുക്കാമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പാലങ്ങളുടെ കാര്യം പറയുമ്പോൾ തോന്നുന്നു. പിന്നെ റോഡ്, ഓഫ് കോഴ്സ് ഈ മെയിൻ റോഡുകൾ ഒഴിച്ചാൽ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലെ അവിടെ ഒന്നും റോഡ് യാത്ര ചെയ്യാൻ പാകത്തിന് റോഡുകളില്ല. ചിലയിടത്ത് ഇന്നൊക്കെ പോയിടത്ത് മണ്ണിട്ട വഴികളാണ്, റോഡ് പോലും ഇല്ല, മണ്ണിട്ട വഴികളാണ്. പിന്നെ ഉള്ളത് തൊഴിലാണ്. അതിപ്പോൾ എനിക്കൊന്നും മൊത്തത്തിൽ കേരളത്തിലുള്ള പ്രശ്നമാണ്. അപ്പോൾ എനിക്കിപ്പോൾ കേരളം മൊത്തം നമുക്ക് നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ച് നമുക്ക് കുമരകം പാക്കേജ്, ടൂറിസം പാക്കേജ് കേന്ദ്രം അനുവദിച്ച കാര്യമാണ്. അത് ഇതുവരെ നടത്തിയിട്ടില്ല. അത് നടത്തിയാൽ നമ്മുടെ നാട്ടിലുള്ള കുറേ ആളുകൾക്ക് ജോലി കിട്ടും, ഓഫ് കോഴ്സ്. അപ്പോൾ അതിലും നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇപ്പം മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഈ പട്ടിണി ആരും ഇനിയെങ്കിലും കിടക്കരുത് എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ അങ്ങനെയൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ചെയ്തു കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും.